പിന്നെ വാതിലൊക്കെ നന്നായിട്ട് അടച്ചേക്കണം. ആര് വന്നാലും തുറക്കരുത് കേട്ടോ. പട്ടാ പകലൊക്കെ ഫ്ലാറ്റുകളിൽ കൊള്ളയും കൊല്ലയും നടക്കുന്ന. ഉവ്വ്. ആ ഞാൻ വൈകിട്ട് വരുമ്പോ നിം നിം എന്ന് 2 പ്രാവശ്യം ബെല്ലടിക്കും. അപ്പോഴേ വാതിൽ തുറക്കാവൂ കേട്ടോ. എങ്ങനെ? നിം നിം. എന്നാ പോയിട്ട് വരട്ടെ. എന്താണ് കുട്ടി? വിട്ടു. രാത്രിയിലാവട്ടെ. മിനിക്കുട്ടി, 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 ഞാൻ പറഞ്ഞത് ആരോ കിട്ടോന്നൊരു സംശയം. 2 പ്രാവശ്യം അല്ല മിനിക്കുട്ടി. നിം നിം. 3 പ്രാവശ്യം. നിം നിം നിം. എത്ര? പാലടിച്ചോളൂ. വേഗം അടച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അല്ല, സാറും പുതിയ ഭാര്യ എപ്പോഴെത്തി? പുതിയ ഭാര്യ? അതായത് ന്യൂലി വെഡ്. എങ്ങനെയുണ്ട്? പാർട്ടി സുന്ദരിയാണോ? സാറ് ദേഷ്യപ്പെടണ്ട. സാറിനെ പോലുള്ള സാറുമാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിലുള്ളവരെയൊക്കെ നോക്കേണ്ടത് ഞാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ സാറിന് തന്നെ ഗുണം, അല്ലാതെ എനിക്കെന്താ. സാർ സാർ സാർ, ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. Good morning, sir. ഗുഡ് മോർണിംഗ്. How is your missus? ഷീസ് ഫൈൻ. കല്യാണമൊക്കെ കേമുമായിരുന്നു സാർ. ഗംഭീരായിരുന്നു കുറുപ്പേ. 7ാമത്തെ പന്തിയിലാ സദ്യ തീർന്നത്. ഇങ്ങനെ ഒരു സദ്യ ഈ അടുത്ത കാലത്ത് ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞു കേട്ടത്. പ്രഥമൻ 4 കൂട്ട. പാലട. ഹലോ. യെസ്, ജസ്റ്റ് എ മിനിറ്റ്. One Mr. Fernandez. Hello, darling. I'm Jolly speaking. How are you? I came there, but you are not there. Today? When? 6 p.m. I will be there. Definitely. Okay. Promise. സാർ പാലട. പാലട, പരിപ്പ് പ്രഥമൻ, അടപ്രഥമൻ. ഓ. ഹലോ. യെസ്. ജോളി വൺ സൈമൺ. Hello, dear. I'm Jolly speaking. Today evening, 6 p.m. I will come. Definitely. Okay. Promise. Okay. അടപ്രഥമൻ, ചക്കപ്രഥമൻ. ഓ. Hello, you're Jolly speaking? Well, 6 p.m. I will come, dear. Promise. What? Oh, Simpson Company. Oh, I'm sorry. Just a minute. Sir, Simpson and Company. Hello. Good morning. I'm sorry. That's my secretary. Oh, yes, I am free. You can meet me by 12. Thank you.
മിനി എങ്ങ് പേടിച്ചു പോയോ? മിനിക്കൊരു കൂട്ടിനും ഇവിടുത്തെ ജോലിക്കും വേണ്ടി ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പാവാ, ഇവിടെ അടുത്താ താമസിക്കുന്നേ. ആ മിനിക്കുട്ടിയെ, നന്നായിട്ട് വെന്ത പുത്തരിച്ചോറും ലേശം പുളിച്ച മോരും അല്പം മാങ്ങാക്കറി, പിന്നെ ഈ കൈപ്പയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ ഊണു സുഖായി. കൈപ്പയ്ക്ക? യു മീൻ ബിറ്റർ? എനിക്ക് ഇത്ര വെറുപ്പുള്ളൊരു സാധനം കണ്ടാ തന്നെ ഓക്കാനും വരും. മിനിക്കുട്ടിക്ക് അറിയില്ലേ ഇതിന്റെ ഗുണത്തെ കുറിച്ച്? എനിക്ക് ജീവന. എന്നാലേ എനിക്ക് ഇഷ്ടമേ അല്ല. മിനിക്കുട്ടി, ഇത് മര്യാദയല്ല. ഇല്ലത്ത് എന്റെ അച്ഛൻ കഴിച്ചു കഴിഞ്ഞ ശേഷമേ അമ്മ കഴിക്കാറുള്ളൂ. ഡൽഹിയിൽ ഡാഡിയും മമ്മിയും ഞാനും എല്ലാരും ഒരുമിച്ചിരുന്ന കഴിക്കുന്നത്. ഈ ശീലമൊക്കെ മാറ്റണം, ഇല്ലെങ്കിൽ ഞാൻ മാറ്റിക്കും. വേഗം കഴിക്കൂ, നമുക്ക് ഉറങ്ങണ്ടേ. കേട്ടിട്ടില്ലേ കഥകളിപ്പതാ? രാവണവധം. രാവണവധം. മിനി രാമായണ കഥ കേട്ടിട്ടില്ലേ? ആ സ്റ്റോറി ഗ്രാമ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ കഥ പറയൂ, കേക്കട്ടെ. വൺ മിസ്റ്റർ രാവണ സീതയെ കിഡ്നാപ്പ് ചെയ്ത് കൊളംബോയിലേക്ക് കൊണ്ടുപോയി. ഹർ ഹസ്ബൻഡ് one Mr. Rama with the help of a monkey. Then what else? എന്തൊക്കെയാ പറയണേ? അവർക്ക് ദൈവങ്ങൾ അങ്ങനെ നിന്നിക്കരുത്, ദോഷ. ഈ മീനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം. ഓ, എല്ലാം അറിയാം. അതിലെ ഇനിയിപ്പോ കേട്ടത് അറിവ്. മീനിക്കുട്ടിയെ കഥയിൽ ഇപ്പൊ അതൊന്ന് കേൾക്കൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം രാമായണ കഥ. കേക്കൂ. ഹേയ് മീനിക്കുട്ടി, കേക്കൂ. മീനിക്കുട്ടി, ഞാൻ ചെയ്യും. ഇനി ഒന്നും ചെയ്തേ. വിടുന്നേ, പറയുന്നേ നോക്കൂ. കേറായിപ്പോ വിടുന്നേ. ഇത് രാമായണം കഥയാണ്. വിടൂ. വിടൂല. മീൻകുട്ടി വിടൂ. വിടൂലെന്ന് പറഞ്ഞില്ലേ? മീൻകുട്ടി ഞാനാ പറഞ്ഞേ. മീൻകുട്ടി എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരും. വരട്ടെ, എനിക്ക് എന്താ നശിപ്പിച്ചു കളഞ്ഞല്ലോ മീൻകുട്ടി. കഥകളിപ്പതാ നീ വലിച്ചത് കേട്ടേ. ഞാൻ ഒരു അടി വെച്ച് നല്ലല്ലോ. ഇനി ബോറടിയാക്കാണ്ട് കഴിയാലോ. മീനക്കുട്ടിക്ക് വാശിയാണ്, എനിക്കും വാശിയാണെന്ന് കരുതിക്കൊള്ളൂ കേട്ടോ. ഓട്ടെ, നശിപ്പിച്ചു. Come on, darling, continue. Hey, you are jumping like a frog. എന്താ ഇപ്പൊ ചെയ്യാ? കുഴിയും ചപ്പ ഒന്നും വേണ്ട.
നിം 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 വാട്ട്? നിം നിം നിം. ഒരു രക്ഷയില്ല സാർ. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. തെളിച്ചു പറഞ്ഞാൽ ഔട്ട് ഓഫ് ഓർഡർ. ഞാൻ എന്ത് ചെയ്യാനാ സാർ? ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഹലോ നമ്പൂരി സാർ. നാണാവുന്നു ആലോചിക്കും തോന്നുന്നു. കുറുപ്പേട്ടാ എന്തായി പെരുവിറക്കുന്നത്? അല്ല കുഞ്ഞെ, കല്യാണം കഴിഞ്ഞ പൊരുന്നക്കോഴിയെ പോലെ അടയിരിക്കുന്നത് ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം. എന്തുണ്ടായെന്ന് പറ. എന്താണ് ഉണ്ടായതെന്നാ? ഞാൻ നമ്മുടെ സാറിന്റെ കാര്യം പറഞ്ഞതാ. 10 മണി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് പോലും വൈകാതെ ഓഫീസ് വന്നോണ്ടിരുന്ന മനുഷ്യനാ. ഇപ്പൊ കണ്ടില്ലേ, മണി 10:30 ഇതുവരെയായിട്ട് കാണുന്നില്ലെന്നേ. മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ചില റൊമാൻസുകളൊക്കെ കാണും. അതാ താമസിക്കുന്നത്. ഇങ്ങനെ പോയാൽ അടിയന്തര ഫയലൊക്കെ സാറിന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഒപ്പിടിക്കേണ്ടി വരുമെന്നോ എന്റെ സംശയം. കുറുപ്പേട്ടൻ പോയി സാറിന്റെ മുറിയൊക്കെ ക്ലീൻ ചെയ്യണം. ഹെഡ് ഓഫീസിലേക്ക് അർജന്റായി ഡെസ്പാച്ച് ചെയ്യേണ്ട ലെറ്റേഴ്സ് ആണ്. ഒന്ന് സൈൻ ചെയ്യണം. ഹെഡ് ഓഫീസിലേക്ക് അർജന്റായി ഡെസ്പാച്ച് ചെയ്യേണ്ട ലെറ്റേഴ്സ് ആണ്. ഒന്ന് സൈൻ ചെയ്യണം. സാർ, പെണ്ണ്. സാറിനെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. അല്ല, സാറിന്റെ മുഖം കണ്ടാലറിയാം എന്തോ തക്കതായ വിഷമം ഉണ്ടെന്ന്. എനിക്കൊരു സ്വൈര്യമില്ല ജോളി. വൈഫുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഓഹോ, അത്രേ ഉള്ളോ? മാരീഡ് ലൈഫിൽ ഇതൊക്കെ സാധാരണമാ. ഇന്ന് പിണങ്ങും, നാളെ ഇണങ്ങും. എക്സ്ക്യൂസ് മീ. വെരി ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് ഇത്രയും സൗകര്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതിയില്ല. 2 ഫ്ലാറ്റ് ഒന്നാക്കിയതാണല്ലേ? ഐ മീൻ, സാറിന് കമ്പനി വളരെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഈ ഫ്ലാറ്റിൽ ആര് വന്നാലും എന്നെ പരിചയപ്പെടും. പക്ഷേ നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ അല്പം വൈകി. എന്താ പേര്? മിനി. ഓ, സ്വീറ്റ് നെയിം, സ്വീറ്റ് നെയിം. ഹസ്ബൻഡ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണല്ലേ? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, അല്ല എന്റെ ശരീരം കൊണ്ട് ചോദിക്കണം, മടിക്കരുത്. ഒരു ഉപകാരം ചെയ്യാമോ? എന്താണ്, പറയൂ. ഒരു നിമിഷം അങ്ങോട്ട് ഇറങ്ങി നിൽക്കാവോ? അതിനെന്താ? താങ്ക് യു. ഗുരുവായൂരപ്പാ.
ടോണി ടോണി Come on, my sweet Tony. I love you, Tony. Love you. ഇരിക്കൂ. Thank you. അമ്മാവെ കൂപ്പിടും. அம்மா 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 எங்கேயோ போயிருக்கு சார். எங்க போச்சு? எனக்கு தெரியாது. ஐயா ஆபீஸ்க்கு போன பிறகு தினம் எங்கேயோ போறாங்க. ஐயா வரத்துக்கு முன்னாடி வந்துடும். ஆனா இன்னைக்கு என்னமோ தெரியல, இது வரைக்கும் வரல. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല ജോളി. അവൾ ദിവസവും പുറത്തു പോകുന്നുണ്ട്. ഞാൻ ഓഫീസിലോട്ട് വരുമ്പോ കോണിപ്പടിയുടെ മറവിൽ മനഃപൂർവ്വം ഒളിച്ചു നിന്നു. അവൾ എന്റെ മുമ്പിൽ കൂടിയാ കടന്നുപോയത്. ഞാനിത് എവിടെ വേണേലും സത്യം ചെയ്യാം, ഏത് കോടതി വേണേലും സത്യം ചെയ്യാം. അവൾക്ക് ഈ മദിരാശിയിൽ ആരോ ഒരാളുണ്ട്, നിശ്ചയം. എന്താ സാർ ഇത്? മറ്റുള്ളവർ കേട്ടാൽ എന്ത് തോന്നും? എന്ത് തോന്നാൻ? ശങ്കരനാരായണൻ നമ്പൂതിരി എംകോമിന്റെ ഭാര്യ കണ്ട ആണുങ്ങളോടെ ചുറ്റണു. എനിക്ക് അഭിമാനമല്ലേ? അന്നും ജോലി പറഞ്ഞുണ്ടോ ഞാൻ ചോദിക്കാഞ്ഞ? ഇനി സാർ, സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭർത്താവ് അറിയാതെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എന്ത് കാര്യം? എല്ലാം നമുക്ക് സോൾവ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇനി എന്ത് സോൾവ് ചെയ്യാനാണ് ജോലി പറയണേ? ഞാനിവളെ ഉപേക്ഷിക്കും. എന്നിട്ട് ഞാൻ സന്യസിക്കും. സാർ, ഈ സന്യസിക്ക ഉപേക്ഷിക്കുക എന്ന് പറയാൻ എളുപ്പം. പക്ഷേ ഉപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം സാർ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? 10 ദിവസമെങ്കിലും കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുമായി കഴിയാൻ സാധിച്ചില്ലെന്ന് വന്നാൽ മോശമല്ലേ? ഇറ്റ് ഷെയിം. അതുകൊണ്ട് പ്രശ്നം സ്മൂത്തായി സോൾവ് ചെയ്യാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. വെരി ഈസി. എനിക്കറിയാവുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ട്. സാറ് പോയി അവരൊന്ന് കാണും. പ്രശ്നങ്ങൾ അവർ രഹസ്യമായി അന്വേഷിക്കും. എന്നിട്ട് വിവരം തരും. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ആ, ഇതാണ് അവരുടെ അഡ്രസ്.